ഹലോ ഗെയ്സ്, നമുക്കിന്ന് കുറച്ച് ഫ്രഷ് മത്തി കിട്ടിയായിരുന്നു. അതൊന്ന് നമുക്കിന്ന് ഫ്രൈ ചെയ്യാം. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ചോറിൻ്റെ കൂടെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. മത്തി ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നല്ല ഫ്രഷ് മത്തിയാണെന്ന്. കാരണം ഡാമേജ് ഒന്നും ആവുന്നില്ല. മുട്ടയിടാറിയ മത്തിയായിരുന്നു ക്ലീൻ ചെയ്തപ്പോഴാണ് കണ്ടത്. നമുക്ക് അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം. അതിൻ്റെ കൂടെ ഫ്രൈ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിരിക്കും. ഒന്ന് വരഞ്ഞു വിടാം, നല്ലപോലെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി. രണ്ട് സൈഡും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം, ആവശ്യത്തിന് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ചേർത്തേക്കാം, ആവശ്യത്തിന് ഉപ്പ്, നമുക്ക് നാരങ്ങ ഇന്ന് കിട്ടിയില്ലായിരുന്നു. നാരങ്ങയാണ് ഇതിൻ്റെ കൂടെ ബെസ്റ്റ് പുളി കിട്ടുന്നതിന് വേണ്ടി. അതുകൊണ്ട് നാരങ്ങ കിട്ടാത്തതുകൊണ്ട് കുറച്ച് പുളിവെള്ളമാണ് ചേർക്കുന്നത്. വാളംപുളി കുറച്ചൊഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, മസാലയൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടി. എന്നിട്ടൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, എല്ലാം ഒന്ന് നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കി മത്തി പതിയെ അതിലേക്കിടാം. അങ്ങനെ നമ്മുടെ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ.